നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം വി.ഡി. സതീശന് വ്യാപകമായി എല്ലാവരും വിളിക്കുന്ന പേരാണ് ലീഡർ എന്നുള്ളത്. അതിൽ ചില നീരസപ്പെടുത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല പ്രസ്താവനയൊക്കെ വന്നിരുന്നു. വി.ഡി. സതീശൻ പറയുന്നത് ഞാൻ ലീഡർ ആണെങ്കിൽ രമേശ് ചെന്നിത്തല മേജർ ആണെന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഈ ചർച്ചാ വിഷയമൊക്കെ ഉയരുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിലെ അടുത്ത CM കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ട്? നമ്മൾ വസ്തുതാപരമായി സംസാരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തിയാണ് ഞാനവിടെ ചെയ്യുന്നത്. വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പിന്തുണ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കമന്റിനെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് കയ്യിൽ നിന്ന് പോയൊരു കാര്യമാണ്. ഇപ്പൊ പിന്തുണ സ്വീകരിച്ചത് പോലും കുഴപ്പമില്ല, പക്ഷെ അവരിപ്പോ മതരാഷ്ട്രവാദമൊന്നും ഉയർത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. കോൺഗ്രസിൽ കഴിഞ്ഞ ഒരു 2, 3, 4 കൊല്ലങ്ങളായിട്ട് കോൺഗ്രസിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം A.K. ആന്റണിയും ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം, കെ കരുണാകരനും ഉമ്മൻചാണ്ടിയൊക്കെ A.K. ആന്റണിയൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ അവിടെ അനിഷേധ്യരായിട്ടുള്ള 2 നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അവർ കൃത്യമായിട്ട് ഇപ്പൊ 140 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ 70 സീറ്റുകളായിട്ട് വിഭജിച്ചെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത്തരത്തിൽ പല വിഭജനങ്ങളും ഒക്കെ കൃത്യമായി നടത്തിയിരുന്നു. അതിൽ മറ്റൊരു ഗ്രൂപ്പുകാരനെ നിങ്ങൾ ഒരു കാരണവശാലും മത്സരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ കടുംപിടുത്തം പിടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമ്മതിച്ച് കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത്, കോൺഗ്രസിൽ കഴിഞ്ഞ 2, 3 കൊല്ലമായിട്ട് അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ലീഡർ ഉണ്ടായിരുന്നില്ല. പകരം ഒരു ചെറിയ ഗ്രൂപ്പുകൾ, അവരിലെല്ലാം കുറച്ച് ആളുകൾ എന്നുള്ള നിലക്കാണ് നിന്നിരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും വലിയ നേതാവാകാൻ സാധ്യത ഉണ്ടായിരുന്നത് K.C. വേണുഗോപാലൊക്കെയാണ്. കാരണം K.C. വേണുഗോപാൽ ഹൈക്കമാൻഡിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് എങ്കിൽ പോലും അയാൾക്ക് അത്ര വലിയ ആളുകളൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് വി.ഡി. സതീശൻ ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എമേർജ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്, ഒരു ലീഡറായിട്ട്. ഓക്കെ, പക്ഷെ ആ എമേർജ് ചെയ്താണ് എന്ന് ഞാൻ ഷിബിലിയെടുത്ത് പറയുമ്പോൾ പോലും അതങ്ങനെ നാച്ചുറലായി സംഭവിച്ചൊരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കോൺഗ്രസിനകത്ത് എമർജ് ചെയ്യലൊന്നും എളുപ്പമുള്ള കാര്യമല്ല. കാരണം കോൺഗ്രസ് മറ്റേ ഞണ്ടുകളുടെ പാർട്ടിയാണ്. അതായത് ആരെങ്കിലും ഒരുത്തൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റേ പാത്രത്തിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ച വേറൊരാൾ കാലെ പിടിച്ച് വലിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് PV അൻവറിനെ പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയ റിസ്ക് എടുത്തുകൊണ്ട് വി.ഡി. സതീശൻ ഇത്തവണ നിലമ്പൂരിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മത്സരത്തിൽ ജയിക്കുകയും വലിയ തോതിൽ നേട്ടമുണ്ടാക്കുകയും ചെയ്താൽ പിന്നെ 2026 വരെ ആരാണ് ലീഡർ എന്നുള്ളതിൽ ഒരു ആംബിഗിറ്റിയോ ഒരു ആളുകൾക്ക് ഒരു ആശങ്കയൊന്നും ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ പലപ്പോഴും ഇവരുടെ ആളുകളുടെ പ്രൊഫൈലൊക്കെ മുഴുവനായി ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, നിരവധി ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ കെ കരുണാകരനും വി.ഡി. സതീശനും കൂടി നിൽക്കുന്ന ഫോട്ടോയാണ് കോൺഗ്രസിനൊക്കെ കൊടുത്തേക്കുന്നത്. CM 2026 ചിത്രം വന്നിരുന്നു. പിന്നെ കൂടാതെ ലീഡർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നു. ഇതൊന്നും തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ ക്യാപ്റ്റനായി കാണിക്കുമ്പോൾ ഇപ്പുറത്ത് അത്തരത്തിലൊരു നേതാവ് ഉണ്ടാവുകയും ആ നേതാവിന് കുറെ കൂടി ആളുകൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്താൽ മാത്രമേ UDF വലിയ സാധ്യതകൾ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നരേറ്റീവ്, അത് ബോധപൂർവം നിർമ്മിക്കപ്പെട്ടത് തന്നെയാണ്. ആ ബോധപൂർവം നിർമ്മിക്കുന്നതിനും ഞാൻ എതിരല്ല എന്ന് ഷിബിലിയോട് പറഞ്ഞാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറുള്ള ആളുകളാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ ആ പണിയൊക്കെ ഗംഭീരമായി എടുക്കുകയും അങ്ങനെ നരേറ്റീവ് ബിൽഡ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് മാത്രമേ ഒരു രാഷ്ട്രീയത്തിൽ പിടിച്ചേക്കാൻ പറ്റൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു നരേറ്റീവാണ് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നത്. അതാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നത്. എന്നാൽ വി.ഡി. സതീശൻ ഇതിനെല്ലാം തന്നെ കൃത്യമായ ഒരു ഡിസ്റ്റൻസിൽ നിർത്തുകയും ചെയ്തിരുന്നു. അതായത് ഒരു UDF ടീം UDF ആണ് ഇതിന്റെ വിജയത്തിന്റെ അവകാശി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം നേരത്തെ തന്നെ ചെയ്തിരുന്നു. കാരണം തോൽവി ഉണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എനിക്കാണ്, ജയിച്ചാൽ അത് ടീം UDF പറയുമ്പോൾ വളരെ കൃത്യമാണെന്ന് വെച്ചാൽ തോൽവി ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്, ജയിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്, അതിന്റെ ക്രെഡിറ്റ് എനിക്കാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടി ആയിരിക്കാം രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ ചെന്ന് ഒരു 15 ദിവസത്തോളം താമസിക്കുകയും വലിയ തോതിൽ അവിടെ ആക്റ്റീവായി നിൽക്കുന്നു എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ പകർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ടീമിനെ നയിച്ചതും അവിടെ കൃത്യമായി വലിയ തോതിൽ പണിയെടുത്തതും ഒക്കെ വി.ഡി. സതീശൻ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊക്കെ വലിയ തോതിലുള്ള റോൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നമുക്കത് ഇപ്പൊ വി.ഡി. സതീശനെ പുകഴ്ത്തുകയോ നിരാകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് വി.ഡി. സതീശൻ ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഒരു നാച്ചുറൽ ചോയ്സായി എമർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്യാപ്റ്റൻ വിളികളൊക്കെ തന്നെ അലോസരപ്പെടുത്തുന്നത് ആരെ? രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്, ഇതിനു മുമ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പലപ്പോഴും എന്നെ ഇതുപോലെ വലിയ നേട്ടങ്ങൾ ഉണ്ടായപ്പോഴും എന്നെ ആരും ക്യാപ്റ്റൻ ഒന്ന് വിളിച്ചില്ല എന്ന് പറയുന്നു. അത് വിളിച്ചില്ല എങ്കിൽ അത്തരത്തിലുള്ളൊരു നരേറ്റീവ് ബിൽഡ് ചെയ്യുകയും അത് അങ്ങനെ വിളിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് രമേശ് ചെന്നിത്തലയുടെ ഉത്തരവാദിത്തമായിരുന്നു. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അത് ചെയ്തേ
പറ്റും. പിന്നെ ഇതിനെയും വി ഡി സതീശൻ കൗണ്ടർ ചെയ്ത് അതിഗംഭീരമായിട്ടാണ്. അതിൽ എനിക്കൊരു സംശയമില്ല. കാരണം വി ഡി സതീശൻ കഴിഞ്ഞ 4 കൊല്ലങ്ങളായി അഹോരാത്രം പണിയെടുക്കുന്ന അതിഗംഭീരമായി വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിലൊന്നും നമുക്ക് യാതൊരു തർക്കമില്ല. ആകെ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പറ്റിയത് അബദ്ധമാണ്. അതിനും അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം UDF-നെ അധികാരത്തിലെത്തിക്കാനും കോൺഗ്രസിനൊക്കെ വേണ്ടി ഗംഭീരമായി പണിയെടുത്തിരുന്നു. ഇപ്പൊ മിഷൻ 63 എന്ന് പറഞ്ഞൊരു കാര്യം അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അതിനെയാണ് AP അനിൽകുമാറൊക്കെ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ വളരെ ശക്തിയുക്തം താനാരാണ് ഈ സർവേ നടത്താന്നൊക്കെ ചോദിച്ചു. പക്ഷെ അദ്ദേഹം കൊണ്ടുവന്നതും അദ്ദേഹം ചെയ്തതെല്ലാം കോൺഗ്രസിനും UDF-നും ഒക്കെ തിരിച്ചു കയറാൻ വേണ്ടിയായിരുന്നു. അതിൽ തീർച്ചയായിട്ടും ഒരു എലിമെന്റ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കിട്ടണമെന്നൊക്കെ ഉണ്ടാവും. അത് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹം അതിന് അർഹനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. 2011 തന്നെ അദ്ദേഹത്തിന് മന്ത്രിയാകേണ്ട ഒരാളാണ്. മനസ്സിലായോ? അന്ന് ഇവരൊക്കെ കൂടി പതുക്കെ നൈസായിട്ട് ചവിട്ടി പുറത്താക്കിയിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തെ ചുണ്ടിനും കപ്പിനും ഇടയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് KPCCയുടെ വൈസ് പ്രസിഡന്റ് ആക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും AICC നേതൃത്വവും ഒരുമിച്ച് പ്രഖ്യാപിച്ചിട്ടൊക്കെയാണ്. അപ്പൊ അത്തരത്തിൽ പല നേട്ടങ്ങളും അദ്ദേഹത്തിന് വരികയും എന്നാൽ വലിയ നേട്ടങ്ങളിലേക്ക് അദ്ദേഹം പോകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല. KSU പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഒക്കെ ആവുന്നതിന് അടുത്തേക്ക് അദ്ദേഹം എത്തിയിരുന്നു. അപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ട ഒരാൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് വി ഡി സതീശൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗ് ഉള്ളത്. ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ രമേശ് ചെന്നിത്തല മേജർ ആയിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായ? വേണമെങ്കിൽ ബ്രിഗേഡിയർ ആയിക്കോളൂ എന്നുള്ളതും അദ്ദേഹം പറയും. കാരണം അദ്ദേഹം പുറമേ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ പെർഫെക്റ്റ് ആയി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 2026 എത്തുന്നത് വരെ ഒരു മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നേ ഇല്ല. മുഖ്യമന്ത്രി ആരാണെന്ന് ആരും തീരുമാനിച്ചിട്ടില്ല. എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് UDF-നെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അധികാരത്തിൽ എത്തിയതിനു ശേഷം പിന്നെ ബാക്കിയുള്ള എല്ലാ ഹൈക്കമാൻഡ് തീരുമാനിച്ചോളൂ. പക്ഷെ ഒരു കാര്യം റിവ്യൂലൂടെ പറയാം, അങ്ങനെ UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുമൊക്കെയാണ് അദ്ദേഹം വേർപ്പൊഴുകിയിട്ടാണ് എത്തുന്നതെങ്കിൽ പിന്നെ അദ്ദേഹത്തെ പരിഗണിക്കാതെ പോകാൻ ഒരു ഹൈക്കമാൻഡിനും കഴിയില്ല. പക്ഷെ അദ്ദേഹം പുറത്ത് പിന്നെ അങ്ങനെ എത്തുമ്പോൾ അത് അദ്ദേഹത്തെ പരിഗണിക്കണം, അദ്ദേഹം അതാകണം എന്നൊക്കെയുള്ള താല്പര്യമൊക്കെ അദ്ദേഹത്തിന് ഉള്ളിനുള്ളിൽ ഉണ്ടാവും. പക്ഷെ അതൊന്നും അദ്ദേഹം പറയാതെ അദ്ദേഹം പറയുന്നത് എന്റെ ദൗത്യം അവിടെ വരെ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ രമേശ് ചെന്നിത്തല ഇങ്ങനെ കൗണ്ടർ ചെയ്യുമ്പോൾ, ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വേറെ ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ രമേശ് ചെന്നിത്തല തന്നെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് താഴുകയും പകരം വി ഡി സതീശന്റെ ഗ്രാഫ് ഉയരുകയും ചെയ്യുന്നത്. കാരണം നിങ്ങൾ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിക്കുന്നത് എന്നെ ആരും ക്യാപ്റ്റൻ ആക്കിയില്ലല്ലോ എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ വേണ്ട, ക്യാപ്റ്റൻ ആകേണ്ട, പകരം മേജറിന്റെ തന്നെ പദവി എടുത്തോളൂ, അല്ലെങ്കിൽ വേണമെങ്കിൽ ബ്രിഗേഡിയറുടെ പദവി എടുത്തോളൂ എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അപ്പൊ അത് വലിയ തോതിൽ ഒരു ഒത്തൊരുമയും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അധികാര കേന്ദ്രമായും ഒക്കെ വി ഡി സതീശൻ മാറുന്നുണ്ട്. അത് കോൺഗ്രസിനകത്തുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസിന് സത്യത്തിൽ ഇപ്പൊ കോൺഗ്രസിന്റെ കേസിൽ പറഞ്ഞാൽ ഇപ്പൊ നിലമ്പൂരുണ്ടായത് വലിയ നേട്ടമാണില്ല എന്നൊക്കെയുള്ളത് മറ്റൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പൊ. പക്ഷെ സതീശന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സതീശൻ അത്തരത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്ന, ഈ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പോകുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ആശയും പ്രതീക്ഷയും ഉണർത്തുന്ന ഒരു നേതാവായി അദ്ദേഹത്തെ ആളുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. മനസ്സിലായോ? ഇനി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെയാണ് ഏറ്റവും വലിയ വിമർശനങ്ങൾ വരുന്നത്. ഇപ്പൊ PV അൻവറിനെ എടുക്കാത്ത അദ്ദേഹത്തിന്റെ പേരിലാണ് ആരോപിക്കപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ജമാഅത്തെ ഇസ്ലാമി ആരോപിക്കപ്പെടുന്നത്. അപ്പൊ അത്തരത്തിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എതിര് നിൽക്കുന്ന ഒരു നേതാവായി വി ഡി സതീശൻ എമർജ് ചെയ്യുന്നു. അതിൽ നേരത്തെ ഷിവിലി പറഞ്ഞ പോലെ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തീരുമാനിച്ച പല അജണ്ടകളും പല നരേറ്റീവുകളും ഒക്കെ കൃത്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവ് ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.